സമൃദ്ധിയുടെ പൂവിളിയുമായി അത്തം പിറന്നു. ഇനി 10ാം നാൾ പൊന്നോണം. വയനാട് ദുരന്തം തീർത്ത പ്രതിസന്ധിയിലും ഓണത്തെ വരവേൽക്കാനൊരുങ്ങുകയാണ് മലയാളികൾ. മലനാടിന്റെ മണ്ണിൽ മഴക്കാലം പെയ്തു തോർന്നാൽ പിന്നെ ചിങ്ങവെയിലിന്റെ പൂക്കാലമായി. തൊടികളിൽ ഭൂമിയുടെ കുളിരായി പൂമുട്ടുകൾ വിരിയുകയായി. മുറ്റത്തെ പൂത്തറകളിലെല്ലാം വർണ്ണപ്പൂക്കൾ നിറഞ്ഞുകഴിഞ്ഞു. ചിങ്ങത്തിലെ അത്തം സൂര്യദേവന്റെ നക്ഷത്രമാണെന്നാണ് വിശ്വാസം. അത്തം വന്നുകഴിഞ്ഞാൽ ശാന്തിയുടെ ദിനം പിറക്കുന്നുവെന്ന് പഴമക്കാർ പറയും. ചിങ്ങത്തിലെ തിരുവോണം മഹാവിഷ്ണുവിന്റെ നക്ഷത്രമായി കണക്കാക്കുന്നു. സൂര്യന്റെ നക്ഷത്രം മുതൽ മഹാവിഷ്ണുവിന്റെ നക്ഷത്രം വരെ 10 ദിവസം പണ്ട് ആനന്ദത്തിന്റെ ദിവസങ്ങളായി. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളെ അത്തം പത്തോണം എന്ന് പറയുന്നതും. അത്തം വെളുത്താൽ ഓണം കറുക്കുമെന്ന ചൊല്ലുപോലുമുണ്ട്. പൂക്കള മത്സരം, ഓണസദ്യ, ഓണമത്സരങ്ങൾ എന്നിങ്ങനെ ഇനി ആഘോഷത്തിന്റെ ദിനരാത്രങ്ങളാണ്. ഓണത്തിന് ഒരു കൊട്ട പൂവ് എന്ന പദ്ധതി പ്രകാരം ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഇപ്പോൾ എല്ലായിടത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ പൂക്കളമിടാൻ ഇക്കുറി ഒരു പരിധിവരെ ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല. ഓണച്ചന്തകളും മേളകളും ഒക്കെയായി ഇനിയുള്ള ദിനങ്ങൾ തിരക്കോട് തിരക്കു തന്നെ. അത്തം പിറന്നു. ഇനി 10ാം നാൾ തിരുവോണം എത്തുവാനുള്ള കാത്തിരിപ്പിലാണ് ലോക മലയാളികൾ. ഈ ദിവസങ്ങളിലെല്ലാം മലയാളി മുറ്റങ്ങളിലും മനസ്സിലും പല വർണ്ണങ്ങളുള്ള പൂക്കളങ്ങൾ വിടരുകയും ചെയ്യും. ഇത്തവണ വയനാടിൻ്റെ ഒരു വേദന ഉണ്ടെങ്കിലും അത് അതിജീവിച്ചാണ് നാം തിരുവോണത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.